പിതാവിൻ്റെയും പുത്രൻ്റെയും റുഹാദ് ഖുദ്ദൂസായുടെയും നാമത്തിൽ എന്നേക്കും ആമീൻ. കൃപ പകരുന്ന വാക്കുകൾ. ഇന്നത്തെ ധ്യാന വിഷയം ഇതാണ്. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് എഫെസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 29-ാം വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം വായിക്കുവാനായിട്ട് സാധിക്കുന്നു. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീക വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. അപ്പോസ്തലന്റെ ഈ എഫെസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം മുതൽ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ അരുതുകളെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ ഇങ്ങനെ പ്രവർത്തിക്കരുത്, നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്ന വാക്കുകളാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. 4-ാം അധ്യായം 17-ാം വാക്യം മുതൽ 5-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിലൊക്കെയും ഇത് കാണുന്നു. അതിൽ ഏറ്റവും മനോഹരമായിട്ട് തോന്നുന്ന ഒരു വാക്കാണ് അല്ലെങ്കിൽ ഒരു വാക്യമാണ് നമ്മൾ ഇപ്പോൾ വായിച്ചു കേട്ടത്. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 29-ാം വാക്യം. നമ്മുടെ വാക്കുകൾ എപ്പോഴും കൃപ നിറഞ്ഞതായിരിക്കണം, അല്ലെങ്കിൽ കൃപ പകരുന്നതായിരിക്കണം എന്ന് അപ്പോസ്തലൻ നമ്മളോട് പറഞ്ഞു വയ്ക്കുന്നു. എന്താണ് കൃപ? കൃപ എന്നാൽ ഒരുവനോട് സഹതാപം തോന്നുക, അല്ലെങ്കിൽ അലിവ് തോന്നുക, ദയ തോന്നുക എന്നുള്ളതൊക്കെയാണ്. നമുക്കൊക്കെയും നമ്മുടെ ജീവിതത്തിൽ ആർക്കെങ്കിലും സഹതാപം തോന്നുമോ, ദയ തോന്നുമോ, സ്നേഹം തോന്നുമോ എന്നൊക്കെയും ചിന്തിക്കാറുണ്ട്. എന്നാൽ ആ ചിന്തകളെ നമുക്ക് മറ്റുള്ളവന് നൽകുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? മറ്റുള്ളവർക്ക് നമ്മുടെ സഹതാപം, ദയ, അല്ലെങ്കിൽ കരുണ, സ്നേഹം ഇതൊക്കെയും നൽകുവാനായിട്ട് നമ്മൾ ആരും തന്നെ പലപ്പോഴും തയ്യാറാകാറില്ല. പല സാഹചര്യങ്ങളിലും നമുക്ക് മറ്റുള്ളവരെ കുറ്റം പറയുവാനും അവരെ ദുഷിക്കുവാനുമൊക്കെയാണ് എപ്പോഴും ആഗ്രഹം. എന്നിട്ട് നമ്മൾ പറയും, എൻ്റെ ജീവിതത്തിൽ ആരും നല്ലത് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ എനിക്ക് ആവശ്യം വന്നപ്പോൾ ആശ്വാസം പകരുവാനായിട്ട് ആരും കടന്നു വന്നിട്ടില്ല. നമുക്ക് നമ്മുടെ തൃപ്തികളാണ് വലുത്. മറ്റുള്ളവരുടെ തൃപ്തിയെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കാറില്ല. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറയുന്നത്, അപരൻ്റെ ജീവിതത്തിൽ അവന് കൃപ ലഭിക്കേണ്ടതിന്, അവൻ്റെ ജീവിതത്തിൽ ആത്മീക വർധനവ് വരുത്തേണ്ടതിന് നീ നല്ല വാക്ക് സംസാരിക്കുക. പൗലോസ് അപ്പോസ്തലൻ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അപരൻ്റെ ആശ്വാസത്തിലാണ്. എൻ്റെയല്ല, നമ്മുടെയല്ല, നമ്മുടെ ചുറ്റുമുള്ളവരുടെ ആശ്വാസത്തിന് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. അവർക്ക് സഹതാപം ലഭിക്കുന്നുണ്ടോ, അവർക്ക് ദയ ലഭിക്കുന്നുണ്ടോ, അവർക്ക് ആശ്വാസം ലഭിക്കുന്നുണ്ടോ എന്നൊക്കെയും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്, കൃപ പകരുന്ന വാക്കുകൾ ഉണ്ടാകണം. നമ്മുടെ വാക്കുകളൊക്കെയും വളരെ രസകരമാണ്. നമുക്ക് മറ്റുള്ളവരോട് സംസാരിക്കാൻ വളരെ താല്പര്യമാണ്. എന്നാൽ ആ പറയുന്ന വാക്കുകൾ അവരുടെ ഹൃദയങ്ങളിൽ കുത്തുന്നുണ്ടോ എന്നും, അവർക്ക് നന്മയാണോ അതിൽ നിന്ന് ലഭിക്കുന്നുള്ളത് എന്നുള്ളതിനെ കുറിച്ചൊക്കെയും നമ്മളൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മറ്റുള്ളവർക്ക് കൃപ പകരുന്ന വാക്കുകൾ എൻ്റെയും നിങ്ങളുടെയും അധരങ്ങളിൽ നിന്ന് പുറപ്പെടണം. കർത്താവ് എപ്പോഴും എല്ലാവരെയും ഒരുപോലെ സ്നേഹിച്ചുകൊണ്ട് എല്ലാവരോടും നല്ല വാക്കുകൾ മാത്രമാണ് സംസാരിച്ചത് എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമാണ്. അല്ലെങ്കിൽ ആ പാപിനിയായ സ്ത്രീയുടെ അടുക്കൽ വന്ന് നിൽക്കുമ്പോൾ, മറ്റുള്ളവർ അവളെ കല്ലെറിയാനായിട്ട് നിൽക്കുമ്പോൾ അവളോട് പറയുകയാണ്, ആ കൂട്ടത്തോട് പറയുകയാണ്, നിങ്ങളിൽ പാപം ചെയ്യാത്തവർ അവളെ കല്ലെറിയട്ടെ. ആ കൂട്ടം കല്ലുകളൊക്കെയും താഴെ ഇട്ടുകൊണ്ട് മാറിപ്പോകുമ്പോൾ ആ സ്ത്രീയോടും കൂടെ പറയുന്നു, ഞാനും നിന്നെ വിധിക്കുന്നില്ല. എന്തുമാത്രം ആശ്വാസം പകരുന്ന വാക്കുകളാണ്. ഞാനും നിന്നെ വിധിക്കുന്നില്ല, സമാധാനത്തോടെ പോയിക്കൊള്ളുക. ഇതിലും വലിയ കൃപ മറ്റുള്ളവർക്ക് നമ്മുടെ വാക്കുകളാൽ നൽകുവാനായിട്ട് സാധിക്കുമോ? അതാണ് അപ്പോസ്തലൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. മറ്റുള്ളവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീക വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. ദൈവിക കൃപ ആവോളം അനുഭവിക്കുന്ന നമുക്ക്
നമ്മുടെ അധരങ്ങളിലൂടെ മറ്റുള്ളവർക്ക് കൃപ പകർന്നു നൽകുവാനായിട്ട് സാധിക്കട്ടെ. അതിന് ദൈവം നമ്മെ സഹായിക്കുകയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമുക്ക് മാർഗം നിർണയിച്ചു തരികയും ചെയ്യുമാറാകട്ടെ. ആമേൻ.